ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് പോകുന്നത് ബ്ലൗ ടോപ്പിലേക്കാണ് ഗൈസ്. രണ്ടുപേരും കൂടെ കൂട്ടിയിട്ട് ഈ ട്രെയിനിൽ ആപ്പാടെ 5 പേരേ ഉള്ളൂ. നമ്മൾ കേറിയ അതേ ബാനോഫിൽ തന്നെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഗൈസ്, ജുനൈദ് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഗൈസ്. മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കാണാത്ത പോലെ നിൽക്കാം ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ ഈ കളറിന്റെ പരിപാടിനെ കുറിച്ച് അറിയാം? ഗൈസ്, മല കയറാനുള്ള മൂഡ് അങ്ങോട്ട് പോയി ഗൈസ്. ഇനിയിപ്പോ എന്തായാലും മേളോട്ടൊന്നും പോണില്ല, തിരിച്ച് താഴത്തോട്ട് നടക്കാനാണെങ്കിൽ സത്യം പറഞ്ഞ മടിയാണ് ഗൈസ്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ശരിക്കും ഡൊണ്ണർ എന്നല്ല ജോണ്ണർ എന്നാണ്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്ന ഒരു ചെറിയ ട്രിപ്പാണ് ഗൈസ്. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പേര് ജുനൈദ് എന്നാണ്. അവൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ഗൈസ്. അവനും എന്നെ പോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഗൈസ്. നമുക്ക് ഇപ്പോൾ 70K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അവന് 80K സബ് ആയിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും 100K സെലിബ്രേഷൻ നമ്മളൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, ആരും തെറി വിളിക്കാനൊന്നും വരില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒരു കേക്ക് കൂടെ ആഡ് ചെയ്തെന്നുള്ളൊരു ഭംഗി. ഒരു കയ്യബദ്ധം ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് പോകുന്നത് ബ്ലൗ ടോപ്സിലേക്കാണ് ഗൈസ്. ബ്ലൗ ടോപ്സിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് ബ്ലൂ പോട്ട് എന്നാണ് ഗൈസ്. ജസ്റ്റ് ഒരു നീല തടാകം, അത്രേ ഉള്ളൂ ഗൈസ്. സത്യം പറഞ്ഞ ജർമ്മനിയിലെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ് ഗൈസ്. എന്താന്ന് വെച്ചാല് സയന്റിഫിക്കലി നോക്കുവാണെങ്കിൽ ഇതിപ്പോ ജർമ്മനിയിലെ സമ്മറാണ്. ഒക്ടോബർ 26 വരെ സമ്മർ ഉണ്ട്. ഇതിപ്പോ 3-4 ആഴ്ചയായിട്ട് മൊത്തം മഴയും മൂടിയ കാലാവസ്ഥയും മൊത്തത്തിലാകെ മടുപ്പാണ് ഗൈസ്. അപ്പൊ പിന്നെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ വല്ല ഡിപ്രഷൻ അടിച്ച് ചാവും ഗൈസ്. ഇത് എല്ലാവർക്കും ബാധകമല്ല. കാരണം ചിലവർക്കൊക്കെ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കാനായിരിക്കും ഇഷ്ടം. അവരൊക്കെ നമ്മളെ അടുത്ത് ചോദിക്കും, എന്തിനാടാ പോയിട്ട്? നമ്മൾ സ്റ്റുഡൻസ് ആണ്, ടൂറിസ്റ്റുകളല്ല. എന്റെ പൊന്ന് ഗൈസ്, നമ്മൾ നാട്ടിൽ കറങ്ങിയടിച്ചടന്ന് ഇവിടെ വന്ന് സമ്മർ ആയാലും വിന്റർ ആയാലും സ്പ്രിംഗ് ആയാലും ഓട്ടം ആയാലും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ശ്വാസമൊക്കെ ഒന്ന് വലിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഗൈസ് ഇവിടെ ജീവിക്കണേ? നമ്മൾ എന്തായാലും അതുകൊണ്ട് ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങും ഗൈസ്. നമ്മളങ്ങനെ ബ്ലൗ ബോയറിലേക്കുള്ള ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ട്രെയിൻ എത്തി ഗൈസ്. ബ്ലൗ ബോയറിലേക്ക് ഒറ്റൊരു ട്രെയിനാണ് ഉൽമിന്നുള്ളത് ഗൈസ്. നല്ല മോശം കാലാവസ്ഥ ഏതാണ്ടാന്ന് തോന്നുന്നു ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടിയിട്ട് ഈ ട്രെയിനിൽ ആപ്പാടെ 5 പേരേ ഉള്ളൂ. കാലാവസ്ഥ മോശമാണെങ്കിലും നമ്മള് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ട്രെയിനിൽ ഇരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ബ്ലൗ ബോയറിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് അറൗണ്ട് ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ ബ്ലൗ ടോപ്പിലേക്ക്. തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പൊ നമുക്കിനി ബസ് കയറാൻ പോവാം. കാര്യം ചെറിയ സിറ്റി ഒക്കെ ആണെങ്കിലും 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. സോ ഗൈസ്, നമ്മൾ കാത്തിരുന്ന ബസ് വന്നിരിക്കുകയാണ്. ആ ബസ് ഓടിക്കുന്ന ചേച്ചിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചോട്ടോ. കാര്യം എന്താന്നുള്ളത് വഴിയെ ഞാൻ പറയാം. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് ട്രാവൽ വിടുന്നുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഇനി നിസ്സാര സമയമുള്ളൂ ഗൈസ്. നമ്മൾ പറഞ്ഞു തീരണതിന് മുമ്പ് നമ്മൾ അവിടെ എത്തി ഗൈസ്. പക്ഷേ നമ്മളൊന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മൾ കേറിയ അതേ ബാനോഫിൽ തന്നെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പണിപ്പാളി ഗൈസ്. ഇതിനേക്കാളൊക്കെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ കയറിയപ്പോൾ 364 ബസ്. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ 368 ഗൈസ്. നമ്മൾ ഈ സ്റ്റോപ്പ് പ്രസ് ചെയ്യാതിരുന്നോണ്ട് നിർത്താതിരുന്നതാണ്. അങ്ങനെ 10 മിനിറ്റിൽ അടുത്ത വണ്ടി വന്നു ഗൈസ്. ഇപ്പൊ നമ്മൾ അതിലാണ്. ഇനി ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാല്, നമ്മൾ ആദ്യം കയറിയ ബസ്സിലെ ആ ചേച്ചിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇനി ഈ ബസ് അങ്ങോട്ട് തന്നെയാണോ പോകുന്നത്? അപ്പൊ ചേച്ചി പറഞ്ഞു, അല്ല, ഇത് വേറെ റൂട്ടാണ് പോകുന്നത്. അപ്പോഴാണ് നമ്പർ മാറിയത്. 364 എന്നുള്ളത് 68 അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. നമ്മളങ്ങനെ പുറത്തിറങ്ങി. അതിനുശേഷം വീണ്ടും ബസ് വന്നു 364. നമ്മൾ കയറി. ഇതേ ചേച്ചി തന്നെ വീണ്ടും വന്നു. എന്തായാലും ബസ് അങ്ങോട്ട് തന്നെയാന്ന് ഉറപ്പായപ്പോ ഞങ്ങൾ ചാടി കയറി ഗൈസ്. ഇപ്പൊ നമ്മളിത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയ സമയം തൊട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് മഴ ചാറുന്നുണ്ടായിരുന്നു ഗൈസ്. സാധാരണ ഞാൻ കുടയെടുത്താൽ മഴ പെയ്യാത്തതാണ്. എന്തോ ഭയത്തിൽ നിന്ന് കുടയെടുത്തു, മഴയും പെയ്തു ഗൈസ്. ജുനൈദ് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഗൈസ്. മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കാണാത്ത പോലെ നിൽക്കാം ഗൈസ്. നമ്മൾ അങ്ങനെ ബ്ലൗ ടോപ്പ് അഥവാ നീല തടാകത്തിന്റെ അടുത്തെത്താറായിരിക്കുകയാണ് ഗൈസ്. നല്ല രസമുള്ള ബിൽഡിങ്ങുകൾ അല്ലെ? ഇതിനൊക്കെ ആർക്കിടെക്ചർ എന്ത് രസം കാണാനായിട്ട്. കണ്ടിട്ട് അത്യാവശ്യം പഴക്കമുള്ള കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം ഒരു രക്ഷയില്ല ഗൈസ്. മഴയൊക്കെ പെയ്ത് കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ടാണോ ഇതുപോലെ വിജനമായിട്ട് കിടക്കണേന്ന് അറിയില്ല ഗൈസ്. എന്തായാലും ഇവിടെ മുമ്പ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. നല്ല രസമുള്ളൊരു സിറ്റി ഗൈസ്. നല്ല ചെറിയൊരു സിറ്റിയാണ്, പക്ഷെ നല്ല രസമുണ്ട്. ഈ ട്രെയിനൊക്കെ അടിപൊളിയല്ലേ? ഇതൊരു സിറ്റി ട്രെയിനാണ് ഗൈസ്. ഇതില് ഇവര് നമ്മളെ കയറ്റി കൊണ്ടുപോയി സിറ്റി എല്ലാം മൊത്തം കാണിച്ചു തരും ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ബ്ലൗ ടോപ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബ്ലൗ ടോപ്സ്. ഇത് കണ്ടപ്പോ സത്യം പറഞ്ഞ എന്തിനാണ് ഇവിടെ വരെ ഈ കഷ്ടപ്പെട്ട് വന്നതെന്നാണ് തോന്നിയത്.
വല്ല നല്ല ക്ലൈമറ്റ് ഉള്ള പോകുന്നായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെ മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഇതേ നമ്മളൊരു എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നാണ് ആക്ച്വലി ഇതിന്റെ ഒരു വ്യൂവിലേക്ക് നമ്മൾ പോകുന്നത്. ഗൈസ് ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ എക്സൈറ്റഡ് ആണ് ഗൈസ്, കാരണം എന്തൊക്കെയോ ഉണ്ട്. കാരണം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണല്ലോ വന്നത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളൊരു മൈൻഡ് ഇപ്പൊ കുറച്ചൊക്കെ തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാ ഒരു വെള്ളം ചാടുന്ന ഒരു ഏരിയയിലുള്ള ഒരു ഭാഗമാണ് ഗൈസ്. നല്ല രസമല്ലേ? അങ്ങനെ ദേ നമ്മള് എത്താറായി ഗൈസ്. നമുക്ക് ആ ഒരു ബണ്ട് പോലുള്ള ഒരു ഏരിയ കാണാം. ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ തന്നെ ദേ ചെറിയ രീതിക്ക് നീല കളർക്ക് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ദേ നമ്മുടെ ബ്ലൗ ടോപ്സിലേക്ക് എത്തി. നോക്ക് എന്ത് നൈസാണ് ഗൈസ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ് ജർമ്മനിയിലുള്ള എന്റെ വ്യൂവേഴ്സ് എന്തായാലും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. എന്തായാലും ഒരു 1 ടൈമെങ്കിലും ഇങ്ങോട്ട് വരണം. എൻ്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്തതാണ് ഈ സ്ഥലം കേട്ടോ. സംഭവം രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ ഈ ഒരു കളറിന്റെ പരിപാടിനെ കുറിച്ച് അറിയാം? അതായത് നല്ല ഡാർക്ക് കളറായിട്ടുള്ള ഒരു വെള്ളം, അത് എന്തുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ബ്ലൂ ആയിട്ടുള്ള ഒരു കളറ് വെള്ളത്തിന് വരാൻ എന്നുള്ള റീസൺ എത്ര പേർക്ക് അറിയാം? എനിക്ക് എന്തായാലും ഇതിനെ കുറിച്ച് അറിയാതിരുന്നതുകൊണ്ട് ഞാൻ ChatGPT-നോട് ചോദിച്ചു. സോ ChatGPT പറഞ്ഞു, ഞാൻ പറയാം. വെള്ളത്തിലെ കാൽസ്യം കാർബണേറ്റ് സൂര്യപ്രകാശത്തിലെ ബ്ലൂ കളറിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് വെള്ളത്തിന് നീല നിറം ലഭിക്കുന്നത് ഗൈസ്. നല്ല ക്ലിയർ വാട്ടർ അല്ലേ ഗൈസ്? അടിഭാഗം വരെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു ദിവസം എന്തായാലും ഞാൻ ഒന്നും കൂടെ വരുന്നുണ്ട്. സംഭവം ഇവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതല്ലാതെ കാണാനുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇവിടെ ചുമ്മാ കുറച്ചു നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല രസമാണ് ഗൈസ്. ഇവിടെ കുറെ ബെഞ്ചൊക്കെ ഉണ്ട്, അപ്പൊ അവിടെയൊക്കെ പോയിരുന്ന് നല്ല ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒരു അമ്മച്ചിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇതെന്താ സംഭവം ആക്ച്വലി മനസ്സിലായൊന്നുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാനും ജുനൈദും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അടുത്തൊരു വഴി കണ്ടത്. വഴി കണ്ടാ പിന്നെ നമ്മൾ വിടാറില്ല, നമ്മൾ എല്ലാ വഴിയും പോയി നോക്കൂലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ തുടങ്ങി. ട്രെക്കിങ് എനിക്ക് പണ്ടേ ഇഷ്ടമായതുകൊണ്ടും പിന്നെ നടക്കാൻ മടിയില്ലാത്തതുകൊണ്ടും അങ്ങനെ ഞാനും ജുനൈദും കൂടെ നടന്ന് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ നടക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോഴേ ഇവിടെ നല്ല രസമുള്ള ഒരു പാറ കണ്ടു ഗൈസ്. പാറയുടെ അവിടെ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഞാനും ജുനൈദും കൂടെ വീണ്ടും നടക്കാൻ തുടങ്ങി ഗൈസ്. ഇനി ഒന്നും നോക്കണില്ല ഗൈസ്, നമ്മൾ എവിടെ വരെ എത്തണോ അവിടെ വരെ നടക്കും. തോമസിന്റെ കൂടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ കറങ്ങി നടന്നിട്ട് ഇപ്പൊ നമുക്ക് ഇതുപോലെ കാടൊക്കെ കയറി നടക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇഷ്ടമാണ് ഗൈസ്. നമ്മൾ നടന്നത് ഒരു പാറയുടെ അടുത്തെത്തി ഗൈസ്. ഫസ്റ്റ് കണ്ടപ്പോ പാറയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആക്ച്വലി ഇത് പാറയല്ല. നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പതുക്കെ മുകളിലേക്ക് എത്തി. അപ്പോഴാണ് ഗൈസ് നമുക്ക് മനസ്സിലായത് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ റോഡിലോട്ടാണെന്ന്. ഗൈസ് മല കയറാനുള്ള മൂഡ് അങ്ങോട്ട് പോയി ഗൈസ്. ഇനിയിപ്പോ എന്തായാലും മുകളിലോട്ടൊന്നും പോണില്ല, തിരിച്ച് താഴത്തോട്ട് നടക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ മടിയാണ് ഗൈസ്. എന്തായാലും നമ്മൾ രണ്ടുപേരും റോട്ടിക്കൂടെ തന്നെ നടക്കാൻ തീരുമാനിച്ചു ഗൈസ്. മാപ്പിൽ നോക്കിയപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു വഴിയും കാണിച്ചു. നമ്മൾ അങ്ങനെ വഴിയുടെ അവിടെ എത്തി. അങ്ങനെ താഴത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആക്ച്വലി സിറ്റി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഗൈസ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ എന്തായാലും നമ്മുടെ ദേശീയ ഭക്ഷണം കിട്ടാതിരിക്കില്ല എന്നറിയാം. ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ വേഗം നടക്കാൻ തുടങ്ങി ഗൈസ്. നമ്മുടെ ഒരു ഭാഗ്യത്തിനുണ്ടല്ലോ, നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ദേശീയ ഭക്ഷണം കൊടുക്കപ്പെടുന്ന കടയുണ്ടായിരുന്നു ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഡൊണ്ണറാണ്. നമ്മളങ്ങനെ ഡൊണ്ണർ കഴിക്കാന്ന് വിചാരിച്ച് അവിടെ വന്നു. പക്ഷെ അവിടെയും നമ്മൾ വീണ്ടും 3G ആയി ഗൈസ്. എന്താണ് സംഭവം എന്ന് വെച്ചാല് ഈ ജർമ്മനിയിലുള്ള മോസ്റ്റ് ഓഫ് ദ ഡൊണ്ണർ കടകളിലൊന്നും തന്നെ അവര് കാർഡ് എടുക്കില്ല ഗൈസ്. നമ്മുടെ രണ്ടുപേരുടെയും കയ്യിലാണെങ്കിൽ €1 പോലും എടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തായാലും ഒട്ടും സമയം കളയാണ്ട് അടുത്തുള്ള ബാങ്ക് കണ്ടുപിടിച്ച് അവിടുന്ന് പൈസ എടുത്ത് വേറെ ഡൊണ്ണറുടെ വന്നു ഗൈസ്. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ശരിക്കും ഡൊണ്ണർ എന്നല്ല ജോണ്ണർ എന്നാണ്. നമ്മൾ പിന്നെ പറയാനുള്ള ഒരു എളുപ്പത്തിന് ഡൊണ്ണർ എന്ന് പറയുന്നുള്ളൂ ഗൈസ്. പിന്നെ വിശന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ എനിക്ക് റിൻഡാണ് ഏറ്റവും ഇഷ്ടം, അതായത് നമ്മുടെ ബീഫ്. അതുപോലെ ജുനൈദിനാണെങ്കിൽ ചിക്കൻ ആണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ രണ്ടുപേരും നമുക്ക് ഇഷ്ടപ്പെട്ട ഡൊണ്ണറൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഡൊണ്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഷവർമയുടെ ഒരു വലിയേട്ടനായിട്ട് വരും ഗൈസ്. ഉള്ളത് പറയുകയാണെങ്കിൽ ഇത് കഴിച്ച് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഷവർമേനേക്കാൾ ഇഷ്ടം ഡൊണ്ണർ തന്നെയാണ്. ഞാൻ പല ടൈപ്പ് ഓഫ് ഡൊണ്ണർ പല സ്ഥലത്തുനിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടത്തെ ഡൊണ്ണർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അത്ര മോശമൊന്നുമല്ല, എനിക്ക് കുറച്ച് ജ്യൂസിയാണ് ഇഷ്ടം, ഇത് കുറച്ച് ഡ്രൈ ആയിരുന്നു, അത്രേ ഉള്ളൂ. ഇത് കണ്ട ഗൈസ് നമ്മുടെ ജുനൈദിന്റെ ബോട്ടില് ഇത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഇന്ന് ബാഗ് കൊണ്ട് വന്നേക്കണേ ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകേണ്ട സമയമായിരിക്കുകയാണ് ഗൈസ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഗൈസ്, നിങ്ങളെല്ലാവരും നല്ല അടിപൊളി സപ്പോർട്ടാണ് തന്നോണ്ടിരിക്കണേ. അതിന് മുന്നോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഗൈസ്. എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചീസ്.